പ്രിയ സഹോദരങ്ങളെ, ഇത് വിശുദ്ധ യൗസേപ്പിതാവിന്റെ വർഷം. ഈ വർഷത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ പള്ളികൾ സന്ദർശിക്കാമെന്നും വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമധേയത്തിൽ ഉള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ എല്ലാം സന്ദർശിക്കാമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വർഷം അതിനായി പ്ലാൻ ചെയ്ത് പുറപ്പെടുകയാണ്. ആദ്യമായി നമ്മുടെ കേരളക്കരയിലെ ഏറ്റവും പ്രശസ്തമായ കണ്ണമാലിയിലേക്ക് തന്നെ പോകണമെന്നാണ് തീരുമാനം. ഞങ്ങൾ യാത്രയിലാണ്. നിങ്ങൾ ജോസഫിന്റെ പക്കൽ പോകുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം 55 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ക്ഷാമകാലത്ത് ധാന്യങ്ങൾ കൊട്ടാരത്തിൽ ശേഖരിച്ചിരുന്നത് ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു. ഫറവോയുടെ അടുക്കൽ ഭക്ഷണത്തിനായി വരുന്നവരെ അവൻ ജോസഫിന്റെ അടുത്തേക്കാണ് അയച്ചിരുന്നത്. അതുപോലെ പുതിയ ഇസ്രായേലായ എല്ലാ ക്രൈസ്തവർക്കും മാധ്യസ്ഥവും സംരക്ഷണവും നൽകാൻ ദൈവത്താൽ നിയുക്തനായവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. എന്തായാലും ഈ വർഷം വിശുദ്ധ യൗസേപ്പിതാവിന്റെ പള്ളികൾ സന്ദർശിക്കാൻ ഞങ്ങൾ യാത്രയായി. നല്ല അനുഭവമായിരുന്നു. എറണാകുളം ജില്ലയിൽ കൊച്ചി രൂപതയുടെ കീഴിൽ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലാണ് കണ്ണമാലി സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കുള്ള യാത്രയിൽ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് നാം കാണുക. ഇരുവശത്തും കായലും വളരെ ശാന്തമായ രീതിയിൽ ഓളങ്ങളിൽ ഓടി നടക്കുന്ന ബോട്ടും, അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം. വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ഇന്നത്തെ കണ്ണമാലി പള്ളിയുടെ സ്ഥാനത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയായിരുന്നു ആദ്യത്തെ കണ്ണമാലി പള്ളി. ഞങ്ങളിപ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഈ കണ്ണമാലി പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവിടെ എത്തിപ്പെട്ടാൽ എന്താണ് കിട്ടുക? പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോസഫിന്റെ പക്കൽ പോവുക. എല്ലാ ദാനങ്ങളും ജോസഫിന്റെ കയ്യിലാണ് കർത്താവ് കൊടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്ന സത്യം. ആ സത്യം ശരിയായ സത്യവും തന്നെയാണ്. അതുകൊണ്ട് ജോസഫിന്റെ പക്കലേക്ക് പോകാം. ഇതാണ് കണ്ണമാലി പള്ളിയുടെ കപ്പേള. ഈ കപ്പേളയിലാണ് വിശുദ്ധന്റെ അത്ഭുത സ്വരൂപം ഇരിക്കുന്നത്. ഈ അത്ഭുത സ്വരൂപത്തിന്റെ പിന്നിലും ഒരു വലിയ ഐതിഹ്യമുണ്ട്, വലിയ ഒരു സംഭവ കഥയുണ്ട്. ഈ കഥ പുറത്ത് ലോകം അറിയാതെ കിടക്കുകയായിരുന്നു. ഇത് കപ്പേളയുടെ മുമ്പിലുള്ള രൂപക്കൂട്ടിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ മറ്റൊരു രൂപമാണ്. കപ്പേളയുടെ ഉള്ളിലിരിക്കുന്ന രൂപമാണ് അത്ഭുത സ്വരൂപം. ഈ അത്ഭുത സ്വരൂപത്തിനെ കുറിച്ച് പഴമക്കാരുടെ കയ്യിൽ നിന്നും കിട്ടിയ അറിവുകളാണ് ഇന്ന് പുറം ലോകത്തിന് ഇതിനെക്കുറിച്ച് അറിയാൻ ഇടയായത്. ഈ അത്ഭുത സ്വരൂപത്തിന്റെ കാര്യം അറിയാതെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രായം ചെന്ന അന്നക്കുട്ടി അമ്മച്ചിയുടെ കയ്യിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, ഈ അമ്മച്ചിയുടെ 20-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ് കണ്ണമാലിയിൽ എത്തിയപ്പോൾ അവരുടെ അമ്മായിയമ്മ പറഞ്ഞുകൊടുത്ത വിവരങ്ങളാണത്രേ ഈ വിവരങ്ങളെല്ലാം. അങ്ങനെ 90 വയസ്സ് കഴിഞ്ഞ അന്നക്കുട്ടി അമ്മച്ചിയുടെ കയ്യിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ കണ്ണമാലി പള്ളി. കണ്ണമാലി പള്ളിയുടെ കപ്പേളയിൽ ഇരിക്കുന്ന രൂപം ഇങ്ങനെയാണത്രേ അവിടെ പ്രതിഷ്ഠിക്കാൻ ഇടയായത്. അതായത് അന്ന് കേരളത്തിലെ പള്ളികളിൽ ഒരിടത്തും രൂപങ്ങൾ ഉണ്ടായിരുന്നില്ല, ഛായാചിത്രങ്ങളാണ് ഉണ്ടായത്. കർമ്മരീത്ത വൈദികരുടെ ആഗ്രഹപ്രകാരം തെക്ക് ഏതോ പള്ളിയിലേക്ക്
ഔസേപ്പിതാവിന്റെ 3 രൂപങ്ങൾ ഓർഡർ കൊടുത്ത് അവർ രൂപങ്ങൾ സ്പെയിനിൽ പണി തീർത്ത് അവിടെ നിന്നും വന്നതാണ് 3 രൂപങ്ങൾ. ഈ ഔസേപ്പിതാവിനെ നേരിൽ കാണുന്നത് പോലെയുള്ള രൂപങ്ങളാണിത്. സാധാരണ രീതിയിലുള്ള രൂപങ്ങളല്ല, എന്തോ മിശ്രിതം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുക. അങ്ങനെ ഈ 3 രൂപങ്ങൾ അവർ വക്യോലിൽ പൊതിഞ്ഞ് കപ്പലിൽ കയറ്റുമ്പോൾ രൂപങ്ങളിൽ ഒന്നിന്റെ ഇടത്തെ കാല് ഒടിഞ്ഞുപോയി. ഈ രൂപം ഉപേക്ഷിച്ച് മറ്റു 2 രൂപങ്ങൾ കൊണ്ടുപോയാൽ മതി എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ സാരമില്ല, ഇന്ത്യയിൽ എത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന ധാരണയിൽ 3 രൂപങ്ങളും കയറ്റി. തെളിഞ്ഞ സമയം, ശാന്തമായ കടൽ. കപ്പൽ യാത്ര ആരംഭിച്ചു. കണ്ണമാലി പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെത്തിയപ്പോൾ കപ്പലിന്റെ പായ്ക്കാറ്റ് പിടിക്കാതെയായി. ജീവനക്കാർ പഠിച്ച പണി 18 നോക്കിയിട്ടും കപ്പൽ മുന്നോട്ടും പിന്നോട്ടും നീങ്ങിയില്ലത്രേ. അങ്ങനെ കപ്പൽ തീരത്തടുപ്പിക്കാൻ പറ്റുമോ എന്നവർ നോക്കി. അപ്പോൾ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. കണ്ണമാലി പള്ളിയുടെ മുന്നിൽ അവർ പായക്കപ്പൽ അടുപ്പിച്ചു. അങ്ങനെ പായയുടെയോ പായ്മരത്തിന്റെയോ കുഴപ്പമായിരിക്കും എന്ന് കരുതി അതെല്ലാം അഴിച്ച് വീണ്ടും അത് നാട്ടി യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ തീരത്തെ മണലിൽ കപ്പൽ ഉറച്ചിരിക്കുന്നതായിട്ട് അവർ കണ്ടു. നാട്ടുകാരെ സഹായത്തിന് വിളിച്ചു. അവരെല്ലാവരും വന്ന് ശ്രമിച്ചെങ്കിലും കപ്പൽ അനങ്ങിയില്ല. അപ്പോൾ ഒടുവിൽ കപ്പലിലുള്ള സാധനങ്ങളെല്ലാം തീരത്തെ ഇറക്കി വയ്ക്കാം എന്ന് അവർ തീരുമാനിച്ചു. ആദ്യം കാലൊടിഞ്ഞ ഔസേപ്പിതാവിന്റെ രൂപം പുറത്തേക്ക് ഇറക്കി വെച്ചു. രൂപം തീരത്തിറക്കി വെച്ചതോടെ മണ്ണിൽ ഉറച്ചിരുന്ന കപ്പൽ വെള്ളത്തിന് മുകളിൽ ഇളകാൻ തുടങ്ങി. കപ്പൽ തീരത്ത് നിന്ന് അല്പം അകറ്റി രൂപം കപ്പലിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നിലത്ത് നിന്ന് പൊങ്ങിയില്ലത്രേ. നാട്ടുകാർ ശ്രമിച്ചിട്ടും ഉയർത്താൻ കഴിഞ്ഞില്ല. ആദ്യ നേർച്ച സദ്യ കഴിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയായിരുന്നില്ല. ഔസേപ്പിതാവിന്റെ രൂപം തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് അവിടെയുണ്ടായിരുന്ന നാട്ടുകാരുടെ ഉള്ളിലെ ആഗ്രഹം പോലെ തന്നെ കപ്പൽ ജീവനക്കാർ രൂപം നിങ്ങളെടുത്തോ എന്നും പറഞ്ഞ് തെക്കോട്ട് യാത്ര തുടർന്നു. ജനങ്ങൾ മേടയിൽ പോയി വികാരി സ്വാരസച്ചനെ കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം വക്യോൽ മാറ്റി രൂപത്തിന്റെ മുഖം കണ്ടു. വീണ്ടും അടച്ചുവെച്ചു. ഒടിഞ്ഞ കാല് ശരിയാക്കി ഇടവകയാക്കിയതിനു ശേഷം പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് എടുപ്പിച്ച് പള്ളിയുടെ ഒരു വശത്ത് വയ്പ്പിച്ചു. പിന്നീട് ആരും ഈ രൂപത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നീട് ഉണ്ടായ ഒരു അത്ഭുതമാണ്. കണ്ണമാലിയിൽ പല പ്രാവശ്യം കടൽക്ഷോഭങ്ങൾ വന്ന് പള്ളിയെല്ലാം നഷ്ടമാകുന്ന ഒരു പതിവുണ്ട്. കാരണം കടലിന്റെ അടുത്താണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കണ്ണമാലിയിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിൽ പള്ളി പൂർണ്ണമായും തകർന്ന ഒരു സമയം 1908. അങ്ങനെ പള്ളി തകർന്നപ്പോൾ പള്ളിയിലുണ്ടായിരുന്നതെല്ലാം അവർ വാരിക്കൂട്ടി ഓലയിട്ട് മൂടി. അങ്ങനെ ഔസേപ്പിതാവിന്റെ ഒരു ചിത്രവും അതിലുണ്ടായിരുന്നു. പക്ഷെ ആ ചിത്രം അവർ എല്ലാം കൂടി കൂട്ടിവെച്ചു. അതിന്റെ കൂട്ടത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ചിത്രം കടൽ തീരത്ത് നിന്ന് ലഭിച്ചു. അത് അത്ഭുതം. ആ കടൽ തീരത്ത് കിടക്കുന്ന ആ ചിത്രം നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണത്രേ കണ്ണമാലി പള്ളി വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലായത്. പിന്നീട് പള്ളിയിലെ സാധനങ്ങളൊക്കെ ഒരു ചെറിയ ഓല കൊണ്ടൊരു പള്ളി ഉണ്ടാക്കി അതിലെടുത്തു വെച്ചു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നിലയിൽ ഔസേപ്പിതാവിന്റെ രൂപവും പള്ളിയുടെ ഒരു മൂലയിൽ കൊണ്ടുവന്നു വെച്ചു. അക്കാലത്ത് പശുക്കൾക്കൊരു വയറിളക്ക രോഗം പടർന്നു പിടിച്ച് പശുക്കളെല്ലാം ചത്തു തുടങ്ങി. എല്ലാവരും അച്ഛനെ കണ്ട് സങ്കടമുണർത്തിക്കാനായിട്ട് വരികയാണ്. അതിലൊരു വീട്ടമ്മ പള്ളിയിൽ പോയി ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് പോയി. അങ്ങനെ ഔസേപ്പിതാവിന്റെ ചിത്രത്തിന് മുമ്പിൽ വീട്ടമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അത്ഭുത രൂപം. വീട്ടമ്മ അങ്ങനെ പ്രാർത്ഥിച്ച് തിരികെ പോകാൻ ഇറങ്ങിയപ്പോൾ പള്ളിമൂലയിൽ അശ്രദ്ധമായി കിടന്നിരുന്ന വക്യോല് ശ്രദ്ധയിൽപ്പെട്ടു. 2 കഷ്ണം വൈക്കോൽ ഇരിക്കട്ടെ എന്ന് കരുതി രൂപം പൊതിഞ്ഞിരിക്കുന്ന വൈക്കോലാണ് എന്നറിയാതെ 2 നാര് കൈകളിൽ വലിച്ചെടുത്തു. അത് ഈ അത്ഭുത രൂപം, കാലൊടിഞ്ഞ രൂപം പൊതിഞ്ഞ വക്കോലായിരുന്നു. അങ്ങനെ ഈ വക്കോല് മാറ്റിക്കൊണ്ട് വീട്ടിലേക്ക് കയറിയപ്പോൾ ചാകാറായിരിക്കുന്ന പശു വീട്ടമ്മയെ നോക്കി ആർത്തിയോടെ ഇത് തിന്നാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തിന്നോ, ഇത് പള്ളിയിലെ വൈക്കോല എന്ന് പറഞ്ഞ് പശുവിന്റെ നേരെ നീട്ടിയത്രേ. പശു അത് ആർത്തിയോടെ തിന്നു. അത് കഴിഞ്ഞ് വീട്ടമ്മ ഇതെല്ലാം മറന്ന്
വീട്ടിലത്തെ പണികൾക്കായി പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവശയായി കിടന്നിരുന്ന പശു ചാടി എഴുന്നേറ്റിരിക്കുന്നു. എല്ലാവരും ഓടിയെത്തി പശുവിന് എന്താ കൊടുത്തത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഞാൻ 2 വക്കോലിന്റെ കഷ്ണം കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കിയത് ഇത് ഔസേപ്പിതാവിന്റെ രൂപം പൊതിഞ്ഞു വെച്ച വക്കോലായിരുന്നു. എല്ലാവരും പള്ളിയിലേക്ക് ഓടി. എല്ലാവരും ആ വക്കോൽ മുഴുവൻ എടുത്ത് അവരവരുടെ പശുക്കൾക്ക് കൊടുത്തു. ആ പശുക്കളെല്ലാം രോഗത്തിൽ നിന്ന് മുക്തി നേടി എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ വികാരി സ്വാരസച്ചൻ രൂപം ഉയർത്തി രൂപത്തിന്റെ ഒടിഞ്ഞ കാൽ പ്രത്യേകം ശ്രദ്ധിച്ച് അവിടെ നിന്ന് മുട്ടുകുത്തി നിന്ന് മാപ്പപേക്ഷിച്ചു. കാരണം ഇത്രയും നാൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ എന്നോർത്ത്. അങ്ങനെ കണ്ണമാലി പള്ളിയിലെ ഔസേപ്പിതാവിന്റെ സ്വരൂപം കാലെല്ലാം ശരിയാക്കി പിന്നീട് ഇത് ഒരു പ്രത്യേകമായ കപ്പേള നിർമ്മിച്ച് കപ്പേളയിലേക്ക് മാറ്റണമെന്ന തീരുമാനമുണ്ടായി. ആ കാലൊടിഞ്ഞ അത്ഭുത സ്വരൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അത്ഭുത രൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കൊറോണ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അന്ന് ഔസേപ്പിതാവിന്റെ മുമ്പിൽ ഭജനയിരുന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസം കൊണ്ട് മാത്രം. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ മേൽ കൂടുതലായ ആഴങ്ങളിലൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഔസേപ്പിതാവിന്റെ അടുത്ത് പോയാൽ എല്ലാം ശരിയാകുമെന്ന് ചെറുപ്പം മുതലേയുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, അപ്പോൾ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം കേൾക്കില്ലേ? ഉണ്ട് സഹോദരങ്ങളെ, ഔസേപ്പിതാവിനേക്കാളും മാതാവിനേക്കാളും എല്ലാവരേക്കാളും ദൈവമാണല്ലോ നമുക്ക്. നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെയാണ് എല്ലാത്തിലും മേലായുള്ളവൻ. പക്ഷേ ആ സൃഷ്ടാവായ ദൈവം അവതരിച്ച ദൈവപുത്രന്റെ അപ്പനാകാൻ തിരഞ്ഞെടുത്ത ഒരു സൃഷ്ടിയാണല്ലോ ഔസേപ്പിതാവ്. എന്തുകൊണ്ടും മാനുഷികമായും ദൈവികമായും ചിന്തിച്ചാലും കൃപകളെ കൊണ്ട് നിറച്ചിട്ടായിരിക്കും ഈ 2 ജീവിതങ്ങളെ പിതാവ് സൃഷ്ടിച്ചിട്ടുള്ളത്. സിസ്റ്റർ സിസ്ലിയ ബേജിന് കൊടുത്ത വെളിപാടനുസരിച്ച് ആ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. വെറുതെ കിട്ടിയതല്ല ഈ ദൈവത്തിന്റെ അപ്പന്റെ സ്ഥാനം. സഹനങ്ങളിലൂടെ തീച്ചൂളയിലൂടെ കടന്നു ചെന്ന് പരീക്ഷണങ്ങൾക്കെല്ലാം വിധേയമായി അവസാനം പിതാവായ ദൈവം ആ മകനെ ദൈവത്തിന്റെ പുത്രന്റെ അപ്പനാകാൻ തിരഞ്ഞെടുത്തു. ഇത്രയും ശ്രേഷ്ഠമായ സ്ഥാനം കൊടുത്ത ഒരു സൃഷ്ടിയുടെ മുമ്പിൽ നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നത് എന്തുകൊണ്ടും പിതാവിന് ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും മകുടമായ നിർമ്മലയായ പരിശുദ്ധ കന്യകയുടെ ഭർത്താവാകാൻ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പുത്രന്റെ അപ്പനാകാൻ തിരഞ്ഞെടുത്ത ഈ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നത്. പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ അന്ന് ഔസേപ്പിതാവിന്റെ ഈ അത്ഭുതകരമായ സ്വരൂപത്തിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. കുറെ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായും നമുക്ക് ദണ്ഡവിമോചനങ്ങൾ കിട്ടുമല്ലോ. അതുകൊണ്ട് ആ ദണ്ഡവിമോചനങ്ങളൊക്കെ നേടിയെടുക്കാം ഈ വർഷത്തിൽ എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. എന്തുകൊണ്ടും വളരെ നല്ല അനുഭവമായിരുന്നു ഔസേപ്പിതാവിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്ര. ഔസേപ്പിതാവിന്റെ ഈ കപ്പേളയോടനുബന്ധിച്ച് നമുക്ക് പള്ളി കാണാം. ആ പള്ളിയിലും കുറേയധികം അത്ഭുതങ്ങൾ, കുറേയധികം സഹനങ്ങൾ നേരിട്ടിട്ടുണ്ട്. നമുക്കറിയാം, കടലിന്റെ ചുറ്റും ആയിട്ടാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കടലാക്രമണത്തിന് ഇരയാകുന്ന ഒരു സ്ഥലമാണ് ഈ കണ്ണമാലി പള്ളി. കണ്ണമാലി പള്ളിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, 2-3 പ്രാവശ്യം കടലാക്രമണത്തിൽ പള്ളി നഷ്ടപ്പെട്ട് 3ാമത്തെ തവണ ഉണ്ടാക്കിയ പള്ളിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണമാലി പള്ളി. ഈ കണ്ണമാലി എന്ന പേര് തന്നെ വളരെ രസകരമാണ് കേൾക്കാൻ. അതായത് പണ്ട് ഈ കടലുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തൊക്കെ സാധനങ്ങൾ വ്യാപാരത്തിനായിട്ട് കൊണ്ടുവരുന്നത് കപ്പലുകളിലാണ്. അങ്ങനെ അവിടെ കപ്പലുകളിൽ വന്നിട്ടുള്ള ഈ ചരക്കുകളെല്ലാം ഒരു തുറമുഖത്ത് അടുപ്പിക്കും. അങ്ങനെ ആ തുറമുഖത്ത് നിന്ന് കെട്ടുവള്ളങ്ങളിലും കുഞ്ഞു കുഞ്ഞിയ വഞ്ചികളിലുമൊക്കെ ആയിട്ടാണ് ഇത് ശരിയായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക.
അപ്പോൾ ഓരോ തുറമുഖത്തും ഓരോ കച്ചവടങ്ങൾ നടക്കുക. അപ്പം ആ കച്ചവടങ്ങളുടെ പേരനുസരിച്ചാണ് തുറമുഖത്തിന് പേരിടുക. അപ്പോൾ കശുവണ്ടി കയറ്റി അയച്ചിരുന്ന കടവിനെ അണ്ടിക്കടവ് എന്നും, മീൻ കൊണ്ടുപോയിരുന്ന കടവിനെ ചാളക്കടവെന്നും, കണ്ടലുകൾ നിറഞ്ഞു നിന്ന കടവിനെ കണ്ടക്കടവെന്നും, ചെറിയ കടവിനെ ചെറിയ കടവെന്നും അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. അതുപോലെ കപ്പൽ തുറമുഖത്താണല്ലോ അടുത്തിരുന്നത്. തുറമുഖങ്ങളെ മാലി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ചെറുവള്ളങ്ങളിൽ സാധനങ്ങൾ മാലിയിൽ എത്തിച്ചു, പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള ക്രയവിക്രയങ്ങൾക്ക് സുപ്രധാന സാക്ഷ്യം വഹിച്ചിരുന്നതാണ് കണ്ണമാലി പള്ളിയുടെ മുമ്പിലുണ്ടായിരുന്ന മാലി. അത് കുറച്ച് കണ്ണായ മാലി, അതായത് പ്രധാനപ്പെട്ട മാലിയായിരുന്നു അത്രേ. അതുകൊണ്ടാണ് അതിന് കണ്ണമാലി എന്ന് വന്നത് എന്ന് പറയുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കൊച്ചി രൂപതയുടെ കീഴിൽ ചെല്ലാനം ഗ്രാമത്തിൽ ആണ് കണ്ണമാലി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നാം മുമ്പ് കേട്ടതുപോലെ അന്തോണീസ് പുണ്യാളന്റെ പേരിലാണ് ഈ പള്ളി നിൽക്കുന്നത്. കാരണം നമ്മൾ കേട്ടല്ലോ, കടല് ആക്രമണത്തിൽ ആ അന്തോണീസ് പുണ്യാളന്റെ ഛായാചിത്രം നനയാതെ കിടന്നു. അന്ന് കാലത്ത് സ്വാരസച്ചനായിരുന്നു 1915 വരെ കണ്ണമാലി പള്ളിയിലെ വികാരിയച്ചൻ. അത്ഭുതകരമായി ദക്ഷിണേന്ത്യയില് ഈ ഊട്ട് തുടങ്ങാനുള്ള കാരണം ഈ സമയത്താണ്. 1905 കോളറ പടർന്നു പിടിക്കുന്ന സമയം. അതായത് കടലാക്രമണം വന്ന് വൃത്തിയും വെടുപ്പും ഒന്നും അന്നത്തെ കാലത്ത് ഇന്നത്തത് പോലെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കടലാക്രമണം കഴിഞ്ഞ് മനുഷ്യ ശരീരങ്ങളും മൃഗങ്ങളെല്ലാം കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം, ഇന്നത്തെ പോലെയുള്ള ആധുനികമായ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രോഗം പടർന്നു പിടിച്ചു, കോളറ. എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചാൽ ഉടനെ മരിക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇവർ പേടിച്ചിരിക്കുകയാണ്. ഈ സ്വാരസച്ചന്റെ കാലത്താണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പോൾ നല്ല 10-200 ചില്ലാനം ഇടവകാംഗങ്ങൾ ഉണ്ടായിരുന്ന ആ പള്ളിയില് ആരും ഇല്ലാതായി. ആകെ ഒരു 10-12 പേരെ പിന്നീട് ഉണ്ടായുള്ളൂ. ഇത് കണ്ട് സ്വാരസച്ചൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. കാരണം കുർബാനയ്ക്ക് വന്നു നിൽക്കുമ്പോ പള്ളി ആകെ ശൂന്യം, ആകെ 10 പേരുണ്ട്. അതും ഇപ്പൊ ചാവും എന്ന മട്ടിലാണ് അവർ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നത്തെ പോലെ വാക്സിനേഷൻ ഒന്നും അന്നില്ല. അതുകൊണ്ട് ചാകുന്നവരെ മുഴുവൻ കുന്നുകൂട്ടി കുഴിച്ചിടുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസ്കരിക്കാൻ പോലും സമയവുമില്ല, അവർക്ക് സ്ഥലവും ഇല്ല. അതുകൊണ്ട് മരിച്ചവരെ അടക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് കൂട്ടിയിട്ട് ശവങ്ങളെല്ലാം മൂടിയിട്ട് പിന്നീട് അത് അഴുകി ഉണ്ടാകുന്ന രോഗങ്ങൾ വേറെ. ഈ അവസ്ഥയിലാണ് സ്വാരസച്ചൻ കുരിശിൻ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ കാണുന്നത് കണ്ണമാലി പള്ളിയുടെ ഉൾഭാഗമാണ്. അങ്ങനെ സ്വാരസച്ചൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ അവസരത്തിൽ ആൾ മയങ്ങിപ്പോയി. പിന്നീട് ഒരു സ്വപ്നം കണ്ടത്രേ. ഒരു ദിവ്യ ദർശനമുണ്ടായി. ആ ദർശനം കണ്ടതിന് ശേഷം കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തിരുന്നു. അപ്പോൾ അന്ന് ഞായറാഴ്ചയായിരുന്നു. ദിവ്യബലിക്ക് അച്ഛൻ അൾത്താരയിലെത്തി. എന്നിട്ട് അച്ഛൻ പൊട്ടിക്കരയുകയാണ്. കാരണം പള്ളിയിൽ ആളുകളില്ല. അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇനി ജീവിതത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മരിക്കുന്നെങ്കിൽ ഒന്നിച്ചു മരിക്കാം, ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം. അടുത്ത ഞായറാഴ്ച മാർച്ച് 19 വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാളാണ്. ഈ തിരുനാൾ നമുക്ക് നന്നായി ആഘോഷിക്കാം. നിങ്ങളെല്ലാവരും വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോവാ. ഞാനും കുറച്ച് സാധനം ഇവിടെ ഉണ്ടാക്കാം. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മരിക്കും. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഒരുമിച്ച് മരിക്കാം. അങ്ങനെ പറഞ്ഞ് അന്ന് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ്, ഛായാചിത്രമെടുത്ത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അവർ ഭക്ഷണത്തിനിരുന്നു. ഇവിടെയാണ് സഹോദരങ്ങൾ ഊട്ട് നടക്കുന്ന സ്ഥലം. ഈ അത്ഭുതകരമായ ഊട്ട് നടക്കുന്ന കണ്ണമാലി പള്ളിയുടെ പിൻഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മുഴുവൻ വെള്ളമാണ്. എല്ലായിടത്തും വെള്ളത്തിന്റെ ബഹളമാണ്, വെള്ളമാണ് ചുറ്റും. അങ്ങനെ നമ്മുടെ സ്വാരസച്ചൻ
പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഈ 12 പേരുമായിട്ട് ഭക്ഷണവും വിളമ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. പരസ്പരം മിണ്ടാതെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും അച്ഛനെ. അച്ഛൻ പറഞ്ഞു, ഞാൻ തന്നെ ആദ്യം ഭക്ഷിക്കാം. അങ്ങനെ അച്ഛൻ ഒരു ഉരുള എടുത്ത് തിന്നു. ഇവരെല്ലാവരും നോക്കിയിരിക്കുകയാണ്, ഇപ്പം മരിക്കും അച്ഛൻ എന്ന് വിചാരിച്ച്. പക്ഷെ അച്ഛൻ മരിച്ചില്ല. അങ്ങനെ 2-3 പ്രാവശ്യം അച്ഛൻ കഴിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് മരണത്തിലേക്കുള്ളതല്ല. കണ്ണായമാലിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കണ്ണമാലി എന്ന് പറയുന്ന കണ്ണായമാലി, കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലത്താണത്രേ ഔസേപ്പിതാവിന്റെ രൂപം കൊണ്ടുവന്നിറക്കിയത്. ഇപ്പോഴും അവിടെ ഔസേപ്പിതാവിന്റെ ഒരു രൂപക്കൂട് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട്. ഈ സ്ഥലത്താണ് പണ്ട് കപ്പലിൽ നിന്ന് 3 രൂപങ്ങൾ ഇറക്കി വെച്ചതും കപ്പൽ ഇളകാതെ നിന്നതും രൂപവും എടുത്തുകൊണ്ടുപോകാൻ പറ്റാതെ നിന്നതും. അങ്ങനെ ഈ സാരസച്ചൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് ആർത്തി. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 12 പേർക്ക് ആർത്തിയായി. കാരണം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചാൽ അപ്പം മരിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഭക്ഷണം ആർത്തിയോടുകൂടെ കഴിച്ചു. അവർ മരിച്ചില്ല എന്ന് അവർക്ക് മനസ്സിലായി. കുറച്ച് ഭക്ഷണം വീട്ടിലിരിക്കുന്ന രോഗികൾക്കും കൊണ്ടുകൊടുക്കാമെന്ന് വെച്ച് അവർ ഓടി വീട്ടിലിരിക്കുന്ന എല്ലാവരും ഈ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കഴിച്ചു. കഴിച്ചവരെല്ലാം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് ഒരിക്കലും കണ്ണമാലിയിൽ ആർക്കും കോളറ വന്നിട്ടില്ല എത്രേ. ഭക്ഷണത്തിലൂടെ പടർന്നു പിടിച്ച കോളറ ഭക്ഷണം വഴി തന്നെ തുടച്ച് മാറ്റപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, കടല് കണ്ടോ? ഇളകി മറയുന്ന തിരമാലകളിൽ നമ്മുടെ ഔസേപ്പിതാവിന്റെ രൂപം വന്നിറങ്ങിയ സ്ഥലമാണെന്ന് നമുക്ക് ധ്യാനിക്കാം. ഉള്ളിൽ നമുക്ക് ഔസേപ്പിതാവിനെ ധ്യാനിച്ചിട്ട് പറയാം, ഔസേപ്പിതാവേ, പണ്ട് കോളറ മാറ്റിയതുപോലെ ഇന്ന് കൊറോണയെ ഈ ലോകത്തു നിന്ന് മാറ്റാൻ നീ മാധ്യസ്ഥം വഹിക്കണമേ. അതിനായി ലോകം മുഴുവൻ മാനസാന്തരപ്പെടാൻ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഔസേപ്പിതാവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇത്രയും വലിയ അത്ഭുതം നടത്താൻ കഴിവ് തന്ന ഔസേപ്പിതാവിന് നമുക്ക് ഓർക്കാം. പിതാവായ ദൈവമാണ് ഈ കൃപ ഔസേപ്പിതാവിന് കൊടുത്തത്. കാരണം പിതാവ് കൃപകളെല്ലാം വിശുദ്ധ ജീവിതങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുക. ഔസേപ്പിന്റെ പക്കൽ പൊക്കോളൂ എന്നാണ് പിതാവ് പറയുന്നത്. സ്വർഗപിതാവിന്റെ പ്രതിച്ഛായ ഈ ലോകത്ത് നമുക്ക് കാട്ടിത്തരുന്നത് യേശുവിന്റെ വളർത്തപ്പനായ ഔസേപ്പിതാവാണ്. അപ്പോൾ ഈ കണ്ണായമാലിയിൽ നമുക്ക് നിന്ന് ഈ കടലിൽ വെച്ച് ഔസേപ്പിതാവ് കണ്ണമാലിയിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടെ നിലത്തുറഞ്ഞ് ഇരുന്ന സ്ഥലമല്ലേ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഇത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ ഔസേപ്പിതാവെ, കോളറയിൽ നിന്ന് രക്ഷിച്ചതുപോലെ കൊറോണയിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന്. പ്രിയ കൂട്ടുകാരെ, അന്ന് സ്വാരസച്ചന് ദിവ്യ ദർശനമുണ്ടായത് എന്താണെന്ന് പുറത്ത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹം പല പ്രാവശ്യം സംസാരിച്ചതിൽ നിന്നും ലഭിച്ച ഒരു അറിവാണ്, വിശുദ്ധ ഔസേപ്പിതാവ് ആ ദർശനത്തിൽ വന്നു. കന്യകാമറിയവും ഉണ്ണിയേശുവും ഉണ്ടായിരുന്നെന്ന് അച്ഛന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പിന്നീട് വ്യക്തമായി എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ കണ്ണമാലിയിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് നടക്കുന്നത്. പിന്നീട് വീണ്ടും കടൽക്ഷോഭമുണ്ടായി, പള്ളി നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ കടൽ എത്ര പ്രാവശ്യം ക്ഷോഭിച്ചു എന്നത് ഓർത്ത് അവിടെ കുറച്ചു നേരം കടലിനെ നോക്കിയിരുന്നു. കാരണം എത്ര പ്രാവശ്യം ഈ കടല് കണ്ണമാലി പള്ളിയെ എടുത്തുകൊണ്ടുപോയി. പക്ഷെ എന്നിട്ടും ഇന്നും കണ്ണമാലി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു അത്ഭുത പ്രതിഭാസമായി നിൽക്കുകയാണ്. ആ പ്രദേശത്തേക്ക് കടക്കുമ്പോൾ തന്നെ അറിയാം, ഔസേപ്പിതാവിന്റെ ഒരു ചൈതന്യവും സാന്നിധ്യവും നമുക്ക് അനുഭവപ്പെടും. ഇപ്പോഴും തീർത്ഥാടകർ ഔസേപ്പിതാവിന്റെ അടുത്തേക്ക് ദുഃഖങ്ങൾ പറയാൻ വരുന്ന കാഴ്ച ഹൃദയസ്പർശിയാണ്. പല പ്രാവശ്യം കടലെടുത്തു പോയ പള്ളി പിന്നീട് പുതുക്കി പണിയാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടക്കുകയും പിന്നീട് വന്ന പള്ളിയാണ് കണ്ണമാലിപ്പള്ളി.
ഇത് പോരുന്ന വഴിക്ക് ഞങ്ങൾ ക്രിസ്തുരാജന്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും കയറി. പോകുന്ന വഴിക്ക് 4 or 5 പള്ളികൾ ഞങ്ങൾ കണ്ടു. 7 പള്ളിയും 14 പള്ളിയും ഒക്കെ സന്ദർശിക്കാനായി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്നാൽ ഈ യാത്രയിൽ കുറെ പള്ളികൾ സന്ദർശിക്കാൻ കഴിയും. ഇത് ക്രിസ്തുരാജന്റെ പള്ളിയാണ്. ഇവിടെ കുറേയേറെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. കൊറോണയായതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റാണല്ലോ. എങ്കിലും തീർത്ഥാടകർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. സാനിറ്റൈസ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കടന്നാൽ നല്ല ഭംഗിയുള്ള പള്ളി കാണാം. സകലത്തിന്റെയും രാജാതിരാജനായ യേശു ക്രിസ്തുവിന്റെ വലിയ അനുഭവമുള്ള ഒരു പള്ളി കണ്ണമാലിയിൽ തന്നെയാണ്. കണ്ണമാലി പള്ളി എത്തുന്നതിനേക്കാൾ മുൻപ് നമുക്ക് കാണാം, കണ്ണമാലി പള്ളിയുടെ പ്രദേശം മുഴുവൻ ഇതുപോലെ ദൈവീക സാന്നിധ്യം തുടിച്ചു നിൽക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. അവിടെ പോയവരാരും നിരാശരായിട്ട് തിരിച്ചു വന്നത് കേട്ടിട്ടില്ല. ഞങ്ങളും അവിടെ ഇരുന്ന് ലോകത്തിന്റെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒപ്പം 1-2 വ്യക്തിപരമായ നിയോഗങ്ങളും അവിടെ ചേർത്ത് വെച്ചു. അവിടെ വെച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവ് കുറെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നു. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ നിയോഗങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതെല്ലാവരോടും പറയാൻ. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പക്കൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ വലിയ അനുഭവമാണ്. ക്രിസ്തുരാജന്റെ ഈ പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള മറ്റൊരു പള്ളിയിലും ഞങ്ങൾ കയറി. ഇതാണ് ആ ദേവാലയം. കൊറോണയുടെ പ്രശ്നം കാരണം കസേരകളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം അവിടെ ഔസേപ്പ് പിതാവിന്റെ സാന്നിധ്യം എന്തുമാത്രമുണ്ടെന്ന്. ഔസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള പള്ളികൾ സന്ദർശിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അന്ന് ഞങ്ങൾക്ക് ഔസേപ്പ് പിതാവിന്റെ 2 പള്ളികളെ കിട്ടിയുള്ളൂ. കണ്ണമാലി ഔസേപ്പ് പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രവും ഈ ഔസേപ്പ് പിതാവിന്റെ പള്ളിയും. എങ്കിലും ഞങ്ങൾ ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തിൽ പറ്റാവുന്നത്ര ഔസേപ്പ് പിതാവിന്റെ പള്ളികൾ സന്ദർശിക്കണം. ദണ്ഡവിമോചനം കിട്ടുമല്ലോ, അവിടെ ഇരുന്ന് ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥനകൾ ചൊല്ലാം. എന്നിട്ട് ആ ദണ്ഡവിമോചനങ്ങളെല്ലാം നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാമല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഈ വർഷം നമ്മുടെ ഔസേപ്പ് പിതാവ് വഴി നമുക്ക് കിട്ടേണ്ട എല്ലാ ദണ്ഡവിമോചനങ്ങളും നമുക്ക് നേടിയെടുക്കാം. ഔസേപ്പ് പിതാവിന്റെ കണ്ണമാലിയിലുള്ള പള്ളിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അത്ഭുതകരമായിട്ട് തോന്നും നമുക്ക്. കാരണം എത്ര പ്രാവശ്യം ഇത് കടൽക്ഷോഭത്തിൽ നശിച്ചുപോയി. പക്ഷേ എന്നിട്ടും കണ്ണമാലി പിടിച്ചു നിൽക്കുന്നു. കണ്ണമാലി വലിയ ഒരു അത്ഭുതകരമായ പ്രദേശമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നോ, പിതാവായ ദൈവത്തിന്റെ അപ്പനാകാൻ തിരഞ്ഞെടുത്ത ഔസേപ്പ് പിതാവിന്റെ പ്രശസ്തി ലോകം മുഴുവൻ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം.